ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 55ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. നെടിയ കിനാവിതു നിദ്ര പോലെ നിത്യം കെടുമിതുപോലെ കിനാവുമിപ്രകാരം കെടുമതി കാണുകയില്ല കേവലത്തിൽ പെടുവതി ഞാൻ അനിശം ഭ്രമിച്ചിടുന്നു. സാരം: ഈ ജീവിതം ഒരു നീണ്ട സ്വപ്നമാണ്. എല്ലാ ദിവസവും ഉറക്കം തീരുന്നത് പോലെ തന്നെ ഈ സ്വപ്നവും തീരും. ബുദ്ധി കെട്ടവർ ഇത് മനസ്സിലാക്കുന്നില്ല. ബുദ്ധി എപ്പോഴും നിസ്സാര കാര്യങ്ങളിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് ഈ ഭ്രമം ഉണ്ടാകുന്നത്. ഇതിനെ നമുക്ക് ഒന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാം. ഇത് ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ശ്ലോകമാണ്. നമ്മളിലേക്ക് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജീവിതത്തിൻ്റെ കൂടുതൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതിനും കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതിനും സഹായിക്കുന്ന ഒരു ശ്ലോകമാണിത്. ഗുരു ജീവിതത്തെ നിർവചിക്കുകയാണിവിടെ. നാം അനുഭവിക്കുന്ന ജീവിതം ഒരു സ്വപ്നമാണ്. ജീവിതത്തെ ഗുരു സ്വപ്നത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ഇവിടെ ഗുരുവിൽ ജ്ഞാനവും കർമ്മവും ഒരുപോലെ സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു ശ്ലോകം. ഗുരുവിൽ ഇത് രണ്ടും എങ്ങനെ സമഞ്ജസമായി സമന്വയിക്കുന്നു അതാണ് നമുക്കറിയേണ്ടത്. ഗുരുവിൻ്റെ ജീവിത നിർവചനം അത്രയ്ക്കാരും മനസ്സിലാക്കില്ല. ഗുരു പറയുന്നു, നെടിയ കിനാവിതു, കിനാവിൻ്റെ യാഥാർത്ഥ്യത്തിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കിനാവ് സ്വപ്നം, കിനാവുള്ളതാണ്, ഉണർന്നാൽ ഇല്ലാത്തതാണ്. സ്വപ്നം നമുക്കുണ്ട്, നാം എല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. പൊതുവെ സ്വപ്നം നമുക്ക് നിദ്രയിലാണ്. സ്വപ്നം എന്നൊരവസ്ഥ, അതിനൊരു സ്ഥിരതയില്ല, അതിന് അസ്തിത്വമില്ല. ഇത് മനസ്സിൻ്റെ പ്രതിഫലനമാണ്. ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ച് നാം അജ്ഞരുമാണ്. എന്നാൽ സഫലമാകാതെ ആഗ്രഹങ്ങളും വികാരങ്ങളുമുള്ള ഒരു സംഭരണിയാണ് അബോധ മനസ്സ്. അവിടെയാണ് ആ അബോധ മനസ്സിൽ നമ്മളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് അന്ധപ്രചോദനങ്ങളുണ്ട്. അടിസ്ഥാനപരമായ പ്രേരണകൾ കാമവും ക്രോധവുമാണ്. അത് നമുക്ക് ജീവിക്കാൻ, ഈ ആഗ്രഹങ്ങളാണ് നമ്മെ ജീവിക്കാൻ കൊതിയുണ്ടാക്കുന്നത്. ഈ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് അന്ധപ്രചോദനങ്ങൾ കൊണ്ടാണ്. അപ്പം ഈ സ്വപ്നങ്ങളെ പിന്തുടർന്ന് അയാളിൽ അടിച്ചമർത്തി വെച്ച വികാരങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയ അയാളുടെ വ്യക്തിത്വവും നമുക്ക് മനസ്സിലാക്കാം. ഗുരു സ്വപ്നത്തെ ഒരവസ്ഥയായി പരിഗണിച്ചില്ല എന്ന് ഗുരുദർശനം മനസ്സിലാക്കിയവർക്ക് ബോധ്യമാകും. ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ ആവിഷ്കാരമാണ് ഗുരുവിൻ്റെ കൃതികൾ എന്ന് നാം കുറേ തവണ ആവർത്തിച്ച് പഠിച്ചു. കഴിഞ്ഞ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു, ഉണരുമവസ്ഥ ഉറക്കിലില്ല, ഉറക്കും പുനരുണരുമ്പോൾ അതും സ്ഫുരിക്കുവില്ല എന്നും നാം പഠിച്ചു. ഗുരു ഉണർവിനെയും ഉറക്കത്തെയും എന്ന രണ്ടവസ്ഥയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവസ്ഥാദ്വയം സ്ഥാപിച്ചെടുക്കുകയാണ് ഗുരു ഇവിടെ ചെയ്യുന്നത്. ഗുരു സ്വപ്നത്തെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നെടിയ കിനാവിതു, ജീവിതം ഇതു എന്ന് പറഞ്ഞ ജീവിതം, ഈ ജീവിതം നീണ്ട കിനാവാണ്, നീണ്ട സ്വപ്നമാണ് എന്നാ പറയുന്നത്. ഗുരു ജീവിതത്തെ ഒരു നീണ്ട സ്വപ്നമായി ഉദാഹരിക്കുന്നു. അവസ്ഥാത്രയത്തിലെ ഒന്നായിട്ടല്ല പരിഗണിക്കുന്നത്. സ്വപ്നത്തെ പൊതുവെ നമുക്ക് അവസ്ഥാത്രയങ്ങളുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥാത്രയങ്ങളാണ്. പക്ഷെ ഗുരു പറയുന്നു 2 അവസ്ഥകളേ ഉള്ളൂ. ഉണർവും, കഴിഞ്ഞ ശ്ലോകത്തിൽ നാം പഠിച്ചു, ഉണർവും ഉറക്കവും.
പക്ഷെ എന്തിനാണ് ഗുരു പിന്നെ നമ്മെ ഈ സ്വപ്നത്തെക്കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞു തരുന്നത്? അത് ജീവിതത്തിനെ ഒരു ഉപമയായിട്ട് സ്വപ്നത്തെ എടുത്തിട്ട് നമ്മെ അത് ഉദാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്വപ്നം പ്രയോഗിച്ചത്. പറയാം, ജീവിതത്തെ ഉദാഹരിക്കുന്നതിന് വേണ്ടിയാണ് സ്വപ്നത്തെക്കുറിച്ച് ഗുരു പറയുന്നത്. ജീവിതത്തെ സ്വപ്നത്തോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തെ, കാരണം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനാണ് ഗുരു ജീവിതത്തെ സ്വപ്നത്തോട് ഉപമിച്ചത്. കാരണം സ്വപ്നം കാണാതെ സാധാരണക്കാർ ഇല്ല എന്നത് തന്നെ. എല്ലാവരും സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നം യാഥാർത്ഥ്യമല്ല എന്ന് അവർക്ക് തിരിച്ചറിയാം. നമുക്കറിയുന്ന സ്വപ്നം കണ്ടിട്ട് നാം പലവരോടും പറയാറുണ്ട്. അപ്പോൾ ഇതിനിടെ നമ്മളോട് നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു പ്രകാശ് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ പറയുന്നിട്ടു, എന്നും അയാൾ ലോട്ടറി എടുക്കും. അത് സ്ഥിരമുള്ളതാണ്. അയാൾ നമ്മുടെ ഈ ജംഗ്ഷനിൽ ഒരു ദിവസം തന്നെ ഉള്ള പൈസ തേച്ചും ലോട്ടറി എടുക്കാൻ അയാൾ കൊടുക്കും. ലോട്ടറി എടുത്ത് അയാളുടെ മനസ്സിൽ അയാൾ പറഞ്ഞു, ലോട്ടറി എടുത്തതും അയാൾക്ക് ലോട്ടറി അടിച്ചതും പിന്നെ അയാൾ കാറ് വാങ്ങിയതും വീട് വെച്ചതും ഒക്കെ അയാൾ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ വീട് വെച്ചു, കാറ് വാങ്ങി, കാറിൽ ഭാര്യയും കൂട്ടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എവിടുന്നോ അവിടെ അവിടെ വണ്ടി നിന്ന് പോയി. അപ്പം ഭാര്യ പറയുന്നുണ്ട്, ഒന്ന് അമർത്തി ചവിട്ടിടോ എന്ന് പറയുന്നുണ്ട് ഭർത്താവിനോട്. അപ്പം ഇയാൾ അമർത്തി ചവിട്ടിയപ്പോൾ ഭാര്യയാണ് ചവിട്ടിയത്. ഭാര്യ ഉറക്കണർന്നിക്ക് ഇയാളോട് ചോദിച്ചു, ഇതെന്തൊരു ചവിട്ട്? ചവിട്ടിയില്ലായിരുന്നെങ്കിൽ നിനക്ക് കാണായിരുന്നു എന്ന് അയാൾ പകുതി ഉറക്കത്തിൽ പറഞ്ഞത്രേ. പിറ്റന്നാൾ രാവിലെ എഴുന്നേറ്റ് ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് സ്വപ്നമായിരുന്നു ഞാൻ കണ്ടത്. ലോട്ടറി അടിച്ചതും വീട് വെച്ചതും വണ്ടി വാങ്ങിച്ചതും വണ്ടിയിൽ ഭാര്യയും കൂടിയൊക്കെ കൊണ്ടുപോകുന്നതും ഒക്കെ അത് സ്വപ്നമായിരുന്നു എന്ന് പറയുമായിരുന്നു. അപ്പം ഒരു അർദ്ധമയക്കത്തിൽ പറയായിരുന്നു, ചവിട്ടിയില്ലായിരുന്നെങ്കിൽ അറിയാമായിരുന്നു എന്ന്. അവർ ഹാങ് ഓവറിൽ അയാൾ പറയുന്നതാണ്. നേരിയ ഉണർവിൽ വന്നപ്പോഴും സ്വപ്നത്തിൻ്റെ ഹാങ് ഓവർ വിട്ടുപോയിട്ടില്ല. ഇതേപോലെ നമുക്കെല്ലാം സ്വപ്നാനുഭവം ഉണ്ട്. സ്വപ്നം കാണുമ്പോൾ യാഥാർത്ഥ്യമാണെന്ന് തോന്നും. അതനുസരിച്ചിട്ട് പെരുമാറ്റവും ഉണ്ടാകും. പേടി സ്വപ്നം കണ്ടാൽ നാം കരയുന്നു. സ്വപ്നത്തിന് നമ്മുടെ ആന്തരിക അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുവാനുള്ള കഴിവുമുണ്ട്. അത്രയ്ക്ക് യാഥാർത്ഥ്യമായി സൂക്ഷ്മമായി പ്രവർത്തിക്കാൻ സ്വപ്നത്തിന് കഴിയും. സ്വപ്നം വാസ്തവമല്ല എന്ന് നാം ഉണരുമ്പോൾ മനസ്സിലാക്കുന്നു. ഈ ഉദാഹരണം ആർക്കും കൃത്യമായി ബോധ്യപ്പെടുന്നതും നന്നായി ജീവിതം ഉൾക്കൊള്ളാനും സഹായിക്കും. ഗുരുവിൻ്റെ തത്വാധിഷ്ഠിതമായ ജീവിത വീക്ഷണമായിരുന്നു ജീവിതം ഒരു നീണ്ട സ്വപ്നമാണെന്നും സ്വപ്നം ഉറക്കത്തിൽ സംഭവിക്കുന്നതാണെന്നും ശരീരത്തെ പോലും ഉത്തേജിപ്പിക്കുവാനുള്ള ശക്തി അതിനുണ്ടെങ്കിലും അത് അവാസ്തവമാണ്, അത് യാഥാർത്ഥ്യമാണ്. അതിന് യാതൊരു യാഥാർത്ഥവുമില്ല, യഥാർത്ഥ വസ്തുവല്ല, യഥാർത്ഥവുമല്ല സ്വപ്നം. നാം ഉണരുമ്പോൾ തന്നെ സ്വപ്നം നശിക്കുന്നു. മനസ്സിൽ നിന്നാണ് സ്വപ്നം ഉണ്ടാവുന്നത്. ഉണരുന്നതോടുകൂടി സ്വപ്നം ഇല്ലാതാകുന്നു. നിദ്ര പോലെ നിത്യം കെടുന്നതാണ് നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം. നമുക്ക് 3 ദിവസം തുടർച്ചയായി ഉറങ്ങാനോ തുടർച്ചയായി ഉണർന്നിരിക്കാനോ പറ്റില്ല. ശിവരാത്രി പോലെ ഒരു രാത്രിയെങ്കിലും നമുക്ക് പ്രയാസപ്പെട്ട് ഉറക്കമിളക്കാം. എന്നാൽ എന്നും നമ്മൾ ഉണരുന്നു, പിന്നെ ഉറങ്ങുന്നു, ഉണരുന്നു, ഉറങ്ങുന്നു. ഇതാണല്ലോ നമുക്കങ്ങനെ തുടർച്ചയായി ഉറങ്ങാനും തുടർച്ചയായി ഉറങ്ങാനും ഉണർന്നിരിക്കാനും 3 ദിവസം ഉണർന്നിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിനും അതായത് സ്വപ്നം നിത്യേന കെടുന്നതാണ്. അതുപോലെ ജീവിതത്തിനും ഒരു അസ്ഥിരതയുണ്ട്, അതിനും ഒരു സ്ഥിരതയില്ല എന്ന്. അസ്ഥിരതയാണ് ജീവിതത്തിനുള്ളത്. ഉറക്കവും ഉണർവും, അതായത് ജീവിതം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നത് സ്വപ്നത്തിൽ സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നത് പോലെയാണ്. ഇതിന് നശ്വരതയുണ്ട്.
നമുക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയതൊക്കെ ലോട്ടറി അടിച്ച് കിട്ടിയത് പോലെയാണ്. ഇതിൽ നിന്ന് ഉണരുമ്പോൾ എന്തൊക്കെ കൈവശം വെച്ചതും ഉപയോഗിച്ചതുമെല്ലാം ഇല്ലാതാകുന്നു. അതൊക്കെ അവാസ്തവമായി നമുക്ക് തോന്നുന്നു. ജീവിതത്തെ സ്വപ്നമായി കാണാൻ സാധിക്കണം എന്നാണ് ഗുരു പറയുന്നത്. കെടുമതി കാണുകയില്ല, കേവലത്തിൽ പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. കെടുമതി, മതി കെട്ടവൻ. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി കെട്ടവൻ, വേണ്ടത്ര ബുദ്ധി ഇല്ലാത്തവൻ, ബുദ്ധി കെട്ടവൻ, ബുദ്ധിശൂന്യൻ. അവന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, സ്വപ്ന സമാനമാണ് ഈ ജീവിതം എന്നത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് ഗുരു പറയുന്നു. ജീവിതത്തിന് സ്വപ്ന സമാനം പോലെ നിസ്സാരമാണെന്നറിയണം. വാസനാമയം ഈ ജഗത്ത്. വാസനയുടെ ക്ഷയത്തിൽ നിന്ന് ജീവിതത്തിന് അർത്ഥപൂർണത വരുന്നു. നിസ്സംഗത ഉണ്ടാകുന്നു. മമതയോ പ്രതിപത്തിയോ ഇല്ലാതാകുന്നു. ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. കേവലത്തിൽ പെടുവതിനാൽ, ചെറിയ കാര്യങ്ങളിൽ പെട്ടിട്ട് ജീവിക്കുന്നതിനാൽ ജീവിതത്തെ വിശാലമായി ചിന്തിക്കാൻ നമുക്ക് അറിയുന്നില്ല. മനസ്സിലാക്കാനുള്ള ശ്രമം പോലും ചെയ്യാതെ കേവലതയിൽ പെട്ട് ഇല്ലാതാകുന്നു. അനിശം ഭ്രമിച്ചിടുന്നു. നാം എല്ലാം ജീവിതത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നതുകൊണ്ട് കെടുമതികളാണ്, മതികെട്ടവരാണ്, ബുദ്ധിശൂന്യരാണ്, ബുദ്ധികെട്ടവരാണ്. അവർ കേവലത്തിൽ പെട്ടുകിടക്കുന്നവരാണ്, കേവലത്തിൽ പെട്ടുകിടക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടണം. അനശ്വരമായ ഒന്നുണ്ട് എന്നുള്ള അറിവിലേക്ക് ഉണരണം. ജീവിതത്തിന് തിരിച്ചറിവ് ഉണ്ടാകണം. അനശ്വരതയെ ലക്ഷ്യം വെച്ചുണർന്നാൽ നമുക്ക് അനുഗ്രഹമായി വരും. ജീവിതമാകുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണരണം. ആ ഉണർവ് നമ്മെ നയിക്കുന്നത് മറ്റൊരു അനുഭവ തലത്തിലേക്കായിരിക്കും. നമുക്ക് ഇതുവരെ ആ അനുഭവതലവും ഉണ്ടായിട്ടില്ല. ഗുരു നമ്മെ ആ അനുഭവ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. ഉണർവിൻ്റെ ലോകത്തിലേക്ക്, പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് ഉയർത്തുന്ന മനുഷ്യർക്ക് ജീവിത വീക്ഷണം ഉണ്ടാകുന്നു. ജീവിതത്തെക്കുറിച്ച് അറിയണം. ഈ ജീവിതം സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വപ്നലോകത്തിൽ ജീവിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമുക്ക് വിവേക ലോകത്തിലേക്ക് ഉണരാം. ഉദാത്തമായ ലക്ഷ്യത്തെ മുൻനിർത്തി ജീവിച്ചാൽ പ്രകാശപൂരിതമായ ലോകത്തിലേക്ക് ഉണരാം. അതിന് ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.